കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് നീർവാരം സ്വദേശി കെ.വി. നിഷ മരിച്ച സംഭവം ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ രംഗത്ത്. മാനന്തവാടി സെയിന്റ് ജോസഫ് ആശുപത്രിക്കെതിരെയാണ് പരാതി. ഗർഭപാത്ര സംബന്ധമായ അസുഖത്തിന് ഇവിടെ വെച്ചാണ് യുവതിക്ക് ശസ്ത്രക്രിയ നടത്തിയത്. എന്നാൽ ആശുപത്രി അധികൃതർ സംഭവം നിഷേധിച്ചു. ഗർഭപാത്ര സംബന്ധമായ അസുഖമുണ്ടായിരുന്ന യുവതി മാനന്തവാടി സെന്റ് ജോസഫ് ആശുപത്രിയിൽ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ആദ്യം ശസ്ത്രക്രിയയ്ക്ക് വിധേയമാവുകയായിരുന്നു. എന്നാൽ വേദന കുറയാത്തതിനാൽ കഴിഞ്ഞ ജനുവരി 15-ന് രണ്ടാമതും ഇതേ ആശുപത്രിയിൽ വെച്ച് ശസ്ത്രക്രിയ നടത്തി. തുടർന്നും വേദനയ്ക്ക് ശമനമില്ലായിരുന്നു. ജനുവരി 29-ന് മൂന്നാമതും ശസ്ത്രക്രിയ ചെയ്തു. മൂന്നാമത്തെ ശസ്ത്രക്രിയയ്ക്ക് ശേഷവും രോഗിയുടെ നിലയിൽ യാതൊരു മാറ്റവുമില്ലാതിരിക്കുകയും ബന്ധുക്കളുടെ നിർബന്ധപ്രകാരം യുവതിയെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. എന്നാൽ നിഷ വ്യാഴാഴ്ച രാവിലെ 7:45 മരണപ്പെട്ടു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയുടെ പരിശോധനയിൽ ആന്തരികാവയവങ്ങൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചതായും തലച്ചോറിലെ രക്തയോട്ടം നിലച്ചതായും പരാതിക്കാരനും യുവതിയുടെ ബന്ധുകൂടിയായ കെ.വി. വിനീത് പറഞ്ഞു. ഇതേ തുടർന്ന് മാനന്തവാടി പോലീസ് സ്റ്റേഷനിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് പരാതി നൽകുകയായിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. സ്വാമിദാസ് എന്ന് പറഞ്ഞ ഡോക്ടറാണ് മൂന്നാമത്തെ സർജറി. അതായത് ഒരു രോഗിയുടെ മേലെ 3 ഡോക്ടർമാരാണ് കത്തിവെച്ചിട്ടുള്ളത്. ഈ മൂന്നാമത്തെ ഡോക്ടറും സർജറി ചെയ്തു. ഈ കഴിഞ്ഞ 29-ാം തീയതി 3 ദിവസം മുമ്പ് 29-ാം തീയതി വൈകിട്ടാണ് സർജറി ചെയ്തത്. സർജറി ചെയ്ത് വൈകിട്ട് 7:45 കെട്ടി 11 മണിയായപ്പോൾ തിരിച്ചിറക്കി. അവർ പറഞ്ഞത് കുടലിൻ്റെ ഒരു ഭാഗം അഴുകിപ്പോയി, തുന്നു മാത്രം ബാക്കിയായിട്ടുണ്ടായിരുന്നു എന്നാണ് ഇവർ പറഞ്ഞത്. പിന്നെ ഒരു തരത്തിലുള്ള സഹായത്തിനും അവിടെയുള്ള ഒരു രോഗീനെ ക്രിട്ടിക്കലായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ആ അറ്റൻഡർ പോലും ഒന്ന് സ്ട്രക്ചർ പിടിച്ച് ആംബുലൻസിലേക്ക് കയറ്റാൻ പോലും സഹായിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരോട് ഞങ്ങൾ ചോദിക്കുകയും ചെയ്തു, നിങ്ങളൊന്ന് സഹായിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ അറിയിച്ചില്ല എന്നുള്ളൊരു രീതിയാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റലിലെ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ എല്ലാവർക്കും കൃത്യമായിട്ട് ഇതിൽ തെറ്റവർക്ക് മനസ്സിലായി. കാരണം ഞങ്ങളുടെയിലേക്കായിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ ഉണ്ടായിരുന്നത്. എന്നാൽ നിഷയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയുടെ ഭാഗത്തു നിന്നും യാതൊരു ചികിത്സാ പിഴവും സംഭവിച്ചിട്ടില്ലെന്നാണ് മാനന്തവാടി സെന്റ് ജോസഫ് ആശുപത്രി അധികൃതർ വിശദീകരിക്കുന്നത്. ഏതൊരു സർജറിക്ക് ശേഷവും മുറിവ് പഴുക്കാനും തുന്നൽ വിട്ടുപോകാനും പേശി വിട്ടുപോകാനുമുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ആദ്യ സർജറിക്ക് ശേഷം 3 മാസത്തിനു ശേഷം വയറ്റിലുണ്ടായ അണുബാധയായാണ് രോഗി വീണ്ടും ആശുപത്രിയിൽ വന്നത്. ഉടൻ തന്നെ കൃത്യമായ ചികിത്സയും നൽകി. ആന്റിബയോട്ടിക്കിന്റെ സഹായത്താൽ അണുബാധ കുറയാത്തതു കാരണം പഴുപ്പ് നീക്കം ചെയ്യാനാണ് വീണ്ടും സർജറി ആവശ്യമായി വന്നതെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മാനന്തവാടി.